ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും അതുപോലെ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 5 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള 5 എണ്ണം. പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാവും, പഴംപൊരിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടും ഉണ്ടാവണം. ആ രീതിയിലുള്ള പഴമാണ് വേണ്ടത്. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് 3-4 സ്ലൈസസ് ആക്കിയിട്ട് എടുക്കണില്ല. ജസ്റ്റ് ആ സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സ്ലൈസസ് ആയിട്ടാണ് എടുക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ആക്കിയിട്ട് എടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ബാക്കി വരുന്ന നേന്ത്രപ്പഴവും സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.25 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് പഴംപൊരി കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടി. അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴംപൊരിക്ക് നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ദോശമാവ് അതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും പഴംപൊരി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ പുറം ഭാഗമൊക്കെ നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ പുറം ഭാഗമൊക്കെ കുറച്ച് വലിവൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയിലുള്ള ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മുൻപ് നമ്മൾ ഇതുപോലെ തന്നെ പപ്പടം ചേർത്തിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് അതും കഴിക്കാൻ. കാണാത്തൊരു കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഇനി ഇതിലേക്ക് പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനും കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ മാവ് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് പഴംപൊരി കൂടുതൽ നന്നായി കിട്ടുക. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തെടുത്താൽ മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടുതലായാലും അത്ര നന്നാവില്ല. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ മൈദ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു നൂല് പോലെ ഉണ്ടാവും. അപ്പോൾ അത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇനി വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എള്ള് ചേർക്കാം. നമ്മളിപ്പോൾ അതൊന്നും ചേർക്കണില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത്. ഇനി ഫെർമെൻ്റായി വരുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായി കിട്ടും. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് പറയുമ്പോൾ മാവ് ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പൊങ്ങി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ച് ഈ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി പഴത്തിൻ്റെ ഓരോ സ്ലൈസസ് മാവിൽ മുക്കിയിട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം പഴം കുറച്ച് കട്ടിയിലായതുകൊണ്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതലായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴാണ് ഉൾഭാഗം നന്നായിട്ട് വേവുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല സൂപ്പർ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. ഇതുപോലെ ഇനി ബാക്കി വരുന്ന പഴം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഫ്ലെയിം ഒരിക്കലും ഒരുപാട് കുറച്ച് വയ്ക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വല്ലാതെ എണ്ണ കുടിക്കും. എന്നിട്ട് 2 സൈഡും ഫ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇത് പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. പിന്നെ പുറം ഭാഗത്തിന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പഴംപൊരി പോലെ കുറച്ച് കട്ടിയായിട്ടൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്